ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ സെയ്റ്റ് ഗസ്റ്റ് അഥവാ യുഗചിന്ത എന്ന ശീർഷകത്തിൽ ഒരു സംഘ ചിത്രശില്പ പ്രദർശനമാണ് ഇന്ന് 5:30 ആരംഭിക്കുന്നത്. പ്രമുഖ കലാചരിത്രകാരനും വിദ്യാഭ്യാസ വിചക്ഷകനും ഗ്രന്ഥകാരനുമായിട്ടുള്ള ഡോക്ടർ ശിവജി പണിക്കരാണ് ഇന്നത്തെ ഷോ ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യാതിഥിയായിട്ട് വൈറ്റ് ഗോൾഡ് ബുള്ളിയൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ ബാബു സി ജെ അവர்களுം പ്രശസ്ത കലാകാരൻ രതീഷ് ടി, കലാചരിത്രകാരനും ക്യൂറേറ്ററുമായിട്ടുള്ള വിപിൻ ബാലചന്ദ്രൻ, മുനിസിപ്പൽ വാർഡ് കൗൺസിലർ വി ജെ ജോർജി എന്നിവർ പങ്കെടുക്കും. ഈ എക്സിബിഷനെ കുറിച്ച് ഇതിന്റെ ക്യൂറേറ്ററായിട്ടുള്ള പ്രമുഖ ചിത്രകാരനും അധ്യാപകനുമായിട്ടുള്ള സുനിൽ ലാൽ മാഷ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ചോല ആർട്ട് ഗാലറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്ഥാപനമാണെന്ന് അറിയാം. കേരളത്തിലെ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന നിന്നുള്ള ഒരു 18ഓളം ചിത്രകാരന്മാരാണ് ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങളിലാണ് ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ശില്പങ്ങളുണ്ട്, ചിത്രങ്ങളുണ്ട്, പ്രിന്റ് മേക്കിംഗ് ആർട്ട് ഉണ്ട്, എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഏകദേശം ഒരു 50ഓളം ചിത്രങ്ങളും ശില്പങ്ങളുമാണ് നമുക്കവിടെ പ്രദർശനത്തിന് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പം കേരളത്തിൽ 2 തരത്തിലുള്ള ആർട്ട് പ്രാക്ടീസിൻ്റെ ഒരു സ്പേസ് ഉള്ള സ്ഥലങ്ങളാണ്. ഒന്ന് എന്താ പറയുക, ഒരു എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന ആർട്ടിസ്റ്റുകളും എക്സ്പ്ലോർ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക സ്പേസ് കിട്ടാതെ നിൽക്കുകയും ചെയ്യുന്ന 2 തരത്തിലുള്ള എന്താ പറയുക വിഭാഗങ്ങളുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ ചോലയെ സംബന്ധിച്ചിടത്തോളം ചോല ആർട്ട് ഗാലറി എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും കേരളത്തിൽ നിരന്തരമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രകാരന്മാരെ, എന്നാൽ മെയിൻ സ്ട്രീമുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള അതിൽ വിസിബിലിറ്റി കിട്ടാത്ത നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെ ആണ് എപ്പോഴും അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അവിടെ പ്രദർശനത്തിന് വേണ്ടി നമ്മൾ ഒരുക്കുകയും ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് നല്ലൊരു സ്പേസും കൂടിയാണ് ചോല ആർട്ട് ഗാലറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 വർഷമായി നിരന്തരമായി ഒരുപാട് എക്സിബിഷനുകളും അതും കേരളത്തിലെ പ്രശസ്തരും എന്താ പറയുക അമേച്ചറുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആർട്ടിൻ്റെ ഒരു സ്പേസ് ആയിട്ട് നമുക്ക് ചോല ആർട്ട് ഗാലറി നമുക്ക് സ്വീകാര്യമാണ്. ഷോയെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ ശിവജി പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ പ്രശസ്തനായിട്ടുള്ള കലാചരിത്രകാരനാണ്. അദ്ദേഹം നീണ്ടകാലം MS യൂണിവേഴ്സിറ്റി ബറോഡ ഫൈൻ ആർട്സ് ഫാക്കൽറ്റിയിലെ ഡീനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹിയിലെ അവിടുത്തെ അധ്യാപകനായിരുന്നു. അദ്ദേഹമാണ് നമ്മളുടെ ഷോ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അത് ഒരു ചോലയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ ഒരു എക്സിബിഷനിൽ. അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയുക കല പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ അതിൽ ഈ ക്യൂറേഷനിലെ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പുറത്തുനിന്നുള്ള കേരളത്തിൽ മാത്രമല്ല പുറത്തും പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ രതീഷ് ടി പോലുള്ളൊരു പ്രമുഖനായിട്ടുള്ളൊരു ആർട്ടിസ്റ്റിന്റെ സാന്നിധ്യം കൂടി ഇതിനകത്തുണ്ട്. അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും മൂല്യമുള്ള ഇന്നത്തെ ചിത്രവിപണിയിൽ കേരളത്തിലെ ഏറ്റവും മൂല്യമുള്ള ഒരു ചിത്രം, കേരളത്തിലെന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ, കാരണം കോടികളാണ് അദ്ദേഹത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു ഈ ഒരു ഷോയുടെ ഒരു ഭാഗമാണ്. അത് ചോലയിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു വർക്കുകൾ നമ്മൾ എക്സിബിറ്റ് ചെയ്യാൻ തന്നെ ചോലയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു പ്രസ്റ്റീജ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പേസിലേക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു. നിതാംബാനിയുടെ ഗാലറി ഉണ്ട്, അവിടെയൊക്കെ ഉള്ള വർക്കുകളൊക്കെ
അദ്ദേഹത്തിന്റെ വർക്കുകളെല്ലാം അവര് കളക്ട് ചെയ്യുന്ന കാരണം വെച്ചാൽ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം. കാരണം ഒരു ചിത്രത്തിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 75 ലക്ഷം മുതൽ 1 കോടി, 1.5 കോടി, 2 കോടി രൂപയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു ചിത്രങ്ങളുടെ വാല്യൂ എന്ന് പറയുന്നത്. അത്രയും എന്നാൽ അതുപോലെ തന്നെയാണ് എല്ലാവരും എന്താ പറയാ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. എല്ലാവർക്കും സ്പേസുകളുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും എന്ന് പറയുന്ന സ്പേസുകളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിൽക്കുന്ന മറ്റുള്ള 17 പേരും കേരളത്തിൽ നിരന്തരമായി ആർട്ടിന്റെ മേഖലയിൽ പ്രാക്ടീസ് വർഷങ്ങളായി 25, 30, 40 വർഷങ്ങളായി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അത്രയ്ക്കും ഡെഡിക്കേഷൻ, ആർട്ടിന് അത്രയ്ക്കും ഡെഡിക്കേഷനോട് കൂടിയിട്ട് കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകളാണ് ഈ ഷോയിലുള്ളത്. അതൊരു എന്താ പറയാ, ചോലയെ സംബന്ധിച്ചോളം അതൊരു ചോലയുടെ എങ്ങനെ അല്ല ദേശീയ തലത്തിൽ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു സതേൺ റീജിയൻ നമുക്ക് വേണമെങ്കിൽ പറയാം. സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് തെലങ്കാന, ആന്ധ്രാപ്രദേശ്, പിന്നെ അതേമാതിരി തന്നെ കേരളത്തിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഈ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും അതിന്റെ ഒരു സ്പേസിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം 2 തരത്തിലുള്ള ഉണ്ടോ. ഒരാൾക്ക് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടില്ല, അല്ലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് സ്പേസിനെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു എന്താ പറയാ, അങ്ങനെയാണ് എപ്പോഴും ചോല എപ്പോഴും ചൂസ് ചെയ്യുന്നത്, ആർട്ടിസ്റ്റുകളെ ചൂസ് ചെയ്യുന്നത്. നമുക്ക് വിസിബിലിറ്റി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടുള്ള എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗാലറി സ്പേസ് എന്ന് പറയുന്നത് അവർക്ക് വളരെ ഈസി ആയിട്ടുള്ള ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരെ അങ്ങോട്ട് ചെന്ന് ക്ഷണിച്ച് അവർക്ക് ഷോകളൊക്കെ. പക്ഷെ അങ്ങനെയല്ലാതെ കേരളത്തിന്റെ എന്താ പറയാ സ്പേസുകളിൽ നിന്ന് വർഷങ്ങളായിട്ട് ആർട്ടിലും മാത്രം ഡെഡിക്കേഷനോടുകൂടി നിൽക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അത്തരം ആർട്ടിസ്റ്റുകളെയാണ് എപ്പോഴും ചോല ഫൈൻഡ് ഔട്ട് ചെയ്യുക എക്സിബിഷന് വേണ്ടി.